ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വിൻ ഷോൾ പിടിച്ച് നിൽക്കുന്നതാണല്ലോ കാണുന്നത്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? അങ്ങനെ നീ ജയിച്ചു പോകാനുള്ള പരിപാടിയാണോ? അത് നിങ്ങൾ കണ്ടില്ലേ? എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല എൻ്റെ ശ്രുതികുമാരി. ചെയ്യാൻ പറ്റുന്ന ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ വള എടുക്കുകയാണേ. ആ സമയത്ത് തന്നെ അശ്വിൻ ഷോൾ പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അശ്വിൻ ശ്രുതി മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണേ. ശ്രുതി, ഇപ്പോഴും നിനക്ക് ഉറപ്പാണോ ഞാൻ ചെയ്യുന്നതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന്? ആ, ചെയ്യാൻ പറ്റും. തീർത്തും ഉറപ്പാണോ? ആ, ചെയ്യാൻ പറ്റുന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിൻ ഒരു കിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതിക്ക്. അങ്ങനെ നമ്മുടെ ശ്രുതി ഷോക്കായി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ അശ്വിൻ ചോദിക്കുന്നുണ്ട്, ഇതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതും ശ്രുതി ഒന്നുകൂടെ മുഖത്ത് നോക്കിയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടിപ്പോവാൻ കേട്ടോ. അശ്വിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണേ. ആള് ശ്രുതി ഓടിപ്പോകുന്നത് നോക്കി ചിരിച്ചിങ്ങനെ നിൽക്കാട്ടോ. അതേസമയം നമ്മുടെ പ്രീതി മുത്തശ്ശി കൊടുത്ത ആ വളയൊക്കെ ഇട്ട് ഭംഗി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതിയാണെങ്കിൽ ഈ ലോകത്തൊന്നും അല്ല കേട്ടോ. അപ്പോൾ അമ്മായി പറയുന്നുണ്ട്, ഞങ്ങളങ്ങ് ഇറങ്ങിക്കോട്ടെ. എന്നാൽ ശരി എന്ന് പറയുന്നതൊന്നും നമ്മുടെ ശ്രുതി അങ്ങ് കേൾക്കുന്നില്ലേ. അപ്പോൾ ഇത് കാണുന്ന പ്രീതി, ശ്രുതി നിനക്കെന്താ പറ്റിയേ? നീ എന്താ ഒരുമാതിരി, എന്താ പറ്റിയെന്ന് എന്ന് പറയുമ്പോൾ, ഏയ് ഒന്നുമില്ല ചേച്ചി. അപ്പോൾ അങ്ങോട്ടേക്ക് അഞ്ജലി വരികയാണേ. ശ്രുതി, നിനക്കെന്താ പറ്റിയത്? എൻ്റെ മുഖത്തെന്താ? ഏയ് എൻ്റെ മുഖത്ത് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ശ്രുതി മുഖം തുടയ്ക്കുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ അഞ്ജലിക്ക് ചെറിയൊരു ഡൗട്ട് അടിക്കുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ പോയി കഴിഞ്ഞിട്ടും നമ്മുടെ ശ്രുതി അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ. അഞ്ജലി ശ്രുതിയെ വീണ്ടും വീണ്ടും നോക്കിയിട്ട് ഒരുമാതിരി ചിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോവാട്ടോ. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ വീട്ടിലെത്തിയതിന് ശേഷം അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുകയാണേ. സമയത്ത് പ്രമീള വന്നിട്ട് പറയുന്നുണ്ട്, ആഹാരമൊക്കെ മോളെ മേശപ്പുറത്തേക്ക് എടുത്തു വെക്കണേ. ആ ശ്രുതി, നീ തന്നെ വേണം എല്ലാം ചെയ്യാൻ. ചേച്ചി മൈലാഞ്ചി ഇട്ടിരിക്കുക. പിന്നെ അച്ഛക്ക് രാത്രിക്കുള്ള കട്ടൻ ചായ ഫ്ലാസ്കിൽ പാർന്ന് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രമീള അങ്ങ് പോവാണേ. ഇതൊന്നും ആര് കേൾക്കുന്നില്ല, നമ്മുടെ ശ്രുതി കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മായി അങ്ങോട്ടേക്ക് വരികയാണേ. ഇവളെന്താ നിന്നോണ്ട് ഉറങ്ങുകയാണോ? എടി പെണ്ണെ, നീ എന്താ ദിവാസ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണോ? ഇവിടെ നടക്കുന്നത് വല്ലതും നീ അറിഞ്ഞോ? എൻ്റെ അമ്മ നിന്നോട് പറഞ്ഞതെല്ലാം നീ കേട്ടോ എന്ന് ചോദിക്കുകയാണേ. അയ്യോ അമ്മായി, അതൊന്നും ഞാനല്ല, അത് അയാളാ. അയാളോ? ഏതയാൾ? അത് പിന്നെ അമ്മായി, ഇവൾക്ക് തുടങ്ങി, അരക്കിറക്ക് തുടങ്ങി. മറ്റവളെ കെട്ടിച്ചു വിടുന്നതിന് മുൻപേ തന്നെ ഇവളെയും കെട്ടിച്ചു വിടേണ്ടി വരും എന്നാ തോന്നുന്നേ എന്ന് പറഞ്ഞിട്ട് അമ്മായി അങ്ങ് പോവാട്ടോ. തുടർന്ന് നമ്മുടെ പ്രീതി റൂമിലിരിക്കുമ്പോൾ ശ്രുതി ഭക്ഷണവുമായിട്ട് വരികയാണേ. പിന്നെ അവിടെ ഇങ്ങനെ നിന്നിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പ്രീതി ചോദിക്കുകയാണ്, അല്ല എന്ത് പറ്റി? കുറെ നേരമായല്ലോ നീ. ഞാൻ ആ അഞ്ജലി മാഡത്തിന്റെ മുൻപിൽ നിന്നപ്പോൾ തന്നെ നിന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നിനക്ക് എന്താ പറ്റിയ ശ്രുതി? ഏയ് ഒന്നുമില്ല ചേച്ചി. നീ ആകെ നിലാവത്തഴിച്ചു വിട്ട കോഴിയെ പോലെ. ഏയ് അതൊന്നുമില്ല ചേച്ചി. ചേച്ചി ഇങ്ങനെ കുത്തി ചോദിക്കാതെ ഇതാ ഭക്ഷണം കഴിക്കുക എന്ന് പറയണേ. ഓ, ഇപ്പൊ അങ്ങനെയാണല്ലേ, വേണമെങ്കിൽ കഴിച്ചോട്ടെ എന്ന്. നിങ്ങൾക്കിനി ഞാൻ ഈ വീട്ടിലെ ആരും അല്ലല്ലോ. മതി, ഇനി അതിനു വേണ്ടി എന്നെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ തീറ്റി തരണം, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശ്രുതി പ്രീതിക്ക് തീറ്റി കൊടുക്കുകയാണ്. ഇത് അച്ഛയ്ക്ക് വേണ്ടി, ഇത് അമ്മയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അവസാനം എരിവും പുളിയും ഒക്കെ കൂട്ടി കിറുക്ക് പിടിച്ച അനിയത്തിക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ പ്രീതിക്ക് അങ്ങ് സങ്കടം വരിക കേട്ടോ. അപ്പൊ ശ്രുതിക്കും സങ്കടം വരുന്നുണ്ടേ. എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഒന്നുമില്ല, എൻ്റെ കണ്ണിൽ കരട് പോയതാ എന്ന് പറയുമ്പോൾ, അതെ എൻ്റെ കണ്ണിലും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അമ്മായി വന്നിട്ട്, ഇത് മോളെ ഒരു കാര്യം മറന്നു പോയല്ലോ. നാളെ ഹൽദിക്കിടാൻ വേണ്ടിയിട്ടുള്ള ആകാശിൻ്റെ ഡ്രസ്സ് ഇവിടെ മറന്നു വെച്ചിട്ടാണ് പോയത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ പ്രീതി, അതമ്മായി ശ്രുതി നാളെ രാവിലെ തന്നെ എത്തിച്ചോളും. പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. എന്നാൽ ശ്രുതി നീ രാവിലെ തന്നെ അവിടെ എത്തിക്കണേ എന്ന് പറയുമ്പോൾ, അമ്മായി ചേച്ചി ഞാനാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല പിന്നെ. എന്നാൽ നാളെ ഹൽദിക്കുള്ള ഡ്രസ്സ് പ്രീതി തന്നെ കൊണ്ടുപോയി കൊടുത്തോട്ടെ, എന്താ പോരെ എന്ന് ചോദിക്കുമ്പോൾ, അത് അമ്മായി വട്ടാക്കാൻ ശ്രുതി വെറുതെ പറഞ്ഞതല്ലേ. ഇനി വട്ടാക്കാനോ? ഇവരുടെയൊക്കെ കൂടെ എപ്പോഴേ എനിക്ക് വട്ടായി എന്ന് പറയണേ. എന്നിട്ട് അമ്മായി അങ്ങ് പോവാട്ടോ. തുടർന്ന് നമ്മുടെ ആകാശിന്റെ മഞ്ഞൾ കല്യാണം തുടങ്ങുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് മഞ്ഞൾ തേക്കും. അപ്പോൾ എനിക്ക് വന്നിട്ട് സെൽഫി എടുക്കാന്ന് പറഞ്ഞ് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അശ്വിൻ വന്നിട്ടും സെൽഫി എടുക്കുന്നുണ്ട്. കുഞ്ഞാ, അമ്പലത്തിലേക്ക് പോകാനുള്ള വണ്ടി റെഡിയല്ലേ മോനെ? അതെ ചേച്ചി, വണ്ടിയൊക്കെ എപ്പോഴേ റെഡിയാ. എങ്കിൽ രാമേട്ട ആ താലങ്ങ് എടുത്തോ എന്ന് പറഞ്ഞ് രാമേട്ടനെ കൊണ്ട് താല എടുപ്പിക്കുന്നുണ്ട്. ഇതാ കുഞ്ഞാ, ഇതാ വണ്ടിയിലേക്ക് വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് നടന്നു പോകുമ്പോൾ, കുഞ്ഞാ എന്ന് വിളിച്ച അഞ്ജലി മുഖത്ത് മഞ്ഞൾ തേക്കുന്നുണ്ട്. ഇത് നിനക്ക് കൂടി അവകാശപ്പെട്ടതാ എന്ന് പറഞ്ഞ് ഭയങ്കര ചിരിക്കുന്നുണ്ട്.
അതിനുശേഷം നമ്മുടെ ശ്രുതി ആണെങ്കിൽ നല്ല മഞ്ഞ കളർ ചുരിദാറൊക്കെ ഇട്ടിട്ട് ആകാശിൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. എന്നിട്ട് വീട്ടിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ കുട്ടി കൃഷ്ണ ആ കടലമുട്ടായിയുടെ മുമ്പിൽ ചെന്ന് പെടല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ അശ്വിൻ്റെ വരവ്. അശ്വൻ ശ്രുതി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.